Hi everyone, Assalamu alaikum, Eid Mubarak, welcome to Trips and Treats. ഇന്ന് ഞാൻ പെരുന്നാൾ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അധികം ഒരുക്കങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടു നോക്കിയാലോ. അത് ഞാൻ പെരുന്നാളിൻ്റെ ചെറിയൊരു ഷോപ്പിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ദിവസം എടുത്തതല്ല, വേറെ വേറെ ദിവസങ്ങളായിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഷാർജയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അനിയൻ മക്കൾക്ക് ഈ ഡ്രസ്സ് തന്നിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ മോൻ്റെ ഡ്രസ്സ് കുറച്ച് ഷോർട്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. അനിയത്തിയുടെ വകയും മക്കൾക്ക് ഈ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളായിട്ട് പിന്നെ വേറെ ഡ്രസ്സൊന്നും അവർക്ക് എടുത്തിരുന്നില്ല. ഇവിടെ പെരുന്നാളിൻ്റെ ഒരുപാട് കളക്ഷൻസൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നോമ്പുള്ളത് കൊണ്ടൊന്നും ഞാൻ അധികമൊന്നും പോയിട്ട് നോക്കാനൊന്നും നിന്നില്ല. പെട്ടെന്ന് മോൻ്റെ ഡ്രസ്സ് മാറ്റി പിന്നെ അവിടെ നിന്ന് നമ്മൾ പോരാണ് കേട്ടോ ചെയ്തത്. മാത്രമല്ല നോമ്പിൻ്റെ ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, ഗ്രോസറി പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അവിടുന്ന് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ സിത്തുവിന് ഷർട്ട് എടുത്ത് പിന്നെ അവിടുന്ന് ഷോപ്പിംഗൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ അന്നത്തെ ദിവസം നമ്മൾ വേറെ എങ്ങോട്ടും പോയില്ല, തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ് പോയത്. ഇനി വേറൊരു ദിവസം നമ്മൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കരാമയിലോട്ടാണ് പോകുന്നത്. എനിക്ക് ഡ്രസ്സ് നോക്കാനായിട്ട് കരാമയിലുള്ള ഹിൽ ടോപ്പ് ബുട്ടീക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഷോപ്പ് പുതിയതായിട്ട് വന്നതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2 മാസം 3 മാസം ആയിട്ടുള്ളൂ. ഒരുപാട് നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ പ്രൈസും കുറച്ചൊക്കെ റീസണബിൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ലോങ് ടോപ്പും മെയിനായിട്ട് ഞാൻ എടുത്തത് ഒരു പാകിസ്ഥാനി ചുരിദാർ സെറ്റാണ് കേട്ടോ. പക്ഷേ അത് ഓൾട്ടർ ചെയ്യാൻ കൊടുത്ത കാരണമാണ് ഇപ്പോൾ നിങ്ങൾ കാണാത്തത്. അപ്പോൾ പെരുന്നാളിൻ്റെ ദിവസം ഞാൻ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ്. അങ്ങനെ അന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് പിന്നെ വീട്ടിലോട്ട് നേരെ തിരിച്ചു പോരുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ ഒന്നും ഷോപ്പിങ്ങിനായിട്ട് അങ്ങനെ നടക്കാറില്ല. ഇനി നിങ്ങൾ കാണുന്ന വേറൊരു ദിവസം നമ്മൾ പോയതാണ് കേട്ടോ. ഇവിടെ മോൾക്ക് ഷൂ നോക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അനിയന് ഇവിടെ വന്നിട്ട് അനിയൻ്റെ മോൾക്ക് ഷൂ ഒക്കെ നോക്കിയിരുന്നു. അപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ റേറ്റും നല്ല റീസണബിളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിന് ഞാൻ ഡീറ്റെയിൽ വ്ളോഗ് ഞാൻ പിന്നീട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകും കേട്ടോ. അതുകൊണ്ടാണ്. നല്ല ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വ്ളോഗായിട്ട് ചെയ്യാം. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് മോൾക്ക് നല്ല ഷൂ ഒക്കെ കിട്ടി നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് ചെയ്തത്. പിന്നെ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് കേട്ടോ മോൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കണം. രാവിലെ തന്നെ മൈലാഞ്ചി ഇട്ടില്ലായിരുന്നു പണി. ട്യൂബ് മേടിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല, പെട്ടെന്ന് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരുവിധമാണ് രാത്രി ഉറങ്ങിയത് തന്നെ. അങ്ങനെ രാവിലെ തന്നെ മോൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ട്യൂബ് പോരായിരുന്നു കേട്ടോ. നെസ്റ്റോയിൽ നിന്ന് മേടിച്ച ട്യൂബാണ്, ഭയങ്കര ഡ്രൈ ആയിരുന്നു. കഷ്ടപ്പെട്ടിട്ട് ഇടേണ്ടി വന്നു. മൈലാഞ്ചി അധികം ചോന്നുമില്ല കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ പെരുന്നാളിൻ്റെ ദിവസം വന്നെത്തി. ആളുകളൊക്കെ പെരുന്നാൾ നമസ്കാരത്തിന് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഹസ്ബൻഡും മോനും പോയിട്ടുണ്ടായി. ഇവിടെ 5:52 നമസ്കാരം ഉണ്ടായിരുന്നത്. ഇവിടെ പെരുന്നാൾ നമസ്കാരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ മനസ്സിലുണ്ടാവുക ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ബിരിയാണി തുടങ്ങുക തന്നെ സവാള തൊലിക്കലും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അതൊക്കെ ഉണ്ടാക്കലിലാണല്ലോ ആദ്യം തന്നെ തുടങ്ങുക. അപ്പോൾ സാധാരണയിൽ ഞാനതൊക്കെ റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം പെരുന്നാളിന് ആരൊന്നും ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ടൈം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അന്നാണ് എല്ലാം പണി ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ടാണ് കേട്ടോ കഴിച്ചത്, കാരണം നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് ബിരിയാണി നേരത്തെ കഴിക്കും. അപ്പോൾ അത് കാരണം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റാണ്. മക്കൾക്ക് കോൺഫ്ലെക്സ് മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് ഇപ്പോൾ അവർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡും മോനും പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തത്. ഞങ്ങൾ പിന്നെ അവൽ നനച്ചതാണ് കേട്ടോ കഴിച്ചത്. അവൽ തേങ്ങയും ശർക്കരയും ഒക്കെ ഇട്ടിട്ട് കഴിക്കില്ല, അവൽ നനക്കുമല്ലോ, അതാണ് നമ്മൾ കഴിച്ചത്.
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ ബിരിയാണിയുടെ പണിയിലോട്ട് കടന്നു. ബസ്മതി അരിയൊക്കെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ബീഫ് ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫൊക്കെ ആദ്യം തന്നെ വേവിച്ചെടുക്കുകയാണ്. ബീഫിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ ബീഫ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ബീഫ് കുക്കായി വരുന്ന ഒരു ടൈം കൊണ്ട് ഞാനിവിടെ ബിരിയാണി ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായ മസാല ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ബീഫ് കുക്കായി വന്നിട്ടുണ്ട്. നമ്മളൊട്ടും വെള്ളം ചേർക്കാതെയാണല്ലോ ബീഫ് കുക്ക് ചെയ്തത്. പക്ഷേ ഇപ്പം കണ്ടില്ലേ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 5-6 വിസിൽ വേണ്ടി വന്നു ബീഫൊന്ന് കുക്ക് ആവാനായിട്ട്. സവാള വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിന് ശേഷമാണ് കേട്ടോ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് തക്കാളിയും കൂടി ചേർത്തതാ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചോറും മസാലയും കൂടി ഒന്ന് ലെയർ ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ദം ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ ചോറൊക്കെ നേരത്തെ തന്നെ റെഡി ആയിട്ടോ. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ പിന്നെ ചോറ് കഴിച്ചത്. പിന്നെ നമ്മൾ വൈകിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ലവ് ലേക്കിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ആ പ്ലാനൊന്നും നടന്നില്ല. ലവ് ലേക്കിൻ്റെ ഏരിയയിൽ ഭയങ്കര ട്രാഫിക്കായിരുന്നു. പാർക്കിംഗ് ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ നമ്മുടെ പ്ലാനൊക്കെ മാറ്റി. പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരെയുള്ള എക്സ്പോ ലേക്കിലാണ് കേട്ടോ പിന്നെ നമ്മൾ പോയത്. അവിടെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ലവ് ലേക്ക് പോലെ തന്നെ മെയിൻ റോട്ടിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് നല്ല റണ്ണിങ് ഉണ്ട് കേട്ടോ. പാതി വഴിയിൽ ഇതുപോലൊരു ഡെക്ക് സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് എക്സ്പോയിലേക്ക് വ്യൂ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിനി അങ്ങോട്ടും ഇനിയും ഇവിടെ നിന്ന് ഇനിയും റണ്ണിങ് ഉണ്ട്. അപ്പോൾ ഇനിയും പോകണോ അങ്ങോട്ടെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു. ഇവിടെ നിന്ന് ഉള്ള വ്യൂ കണ്ടിട്ട് ഇപ്പോൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു കുഴപ്പമില്ല ഇതുവരെ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോവുമായിരുന്നു. പക്ഷേ നല്ല ലേറ്റായിരുന്നു കേട്ടോ അവിടെ എത്തുമ്പോഴേക്കും. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. എക്സ്പോ ലേക്കിലേക്കുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. ക്യാമറയിൽ അത്ര ഭംഗി തോന്നുന്നില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പോൾ സൺസെറ്റൊക്കെ ആയി തുടങ്ങി. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉണ്ട് റണ്ണിങ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഇതുവരെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തുമ്പോഴേക്കും കുറച്ചൊക്കെ ഇരുട്ടായി തുടങ്ങി കേട്ടോ. നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. കുറച്ചൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവിടെ ക്യാബിങ്ങൊക്കെ അലൗഡ് ആണെന്നാണ് സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് ആൾക്കാർ പ്രിപ്പയർഡ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്.
ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ചൂടൊക്കെ കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു സ്ഥലം കാണാനായിട്ട്. ആളുകൾ ഇതുപോലെ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിനായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് ഇൻഷാ അല്ലാഹ് വേറൊരു ദിവസം വരണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. തിരിച്ചു വരുന്ന വഴിയിൽ കുതിരയിലുള്ള ലാസ്റ്റ് എക്സിറ്റിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ അനിയനും ഫാമിലിയും നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചു. ഇന്നും ഐശ്വര്യയൊക്കെ കുറച്ച് നേരം കളിച്ച് അതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ പെരുന്നാൾ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ചെറിയ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വ്ളോഗോ റെസിപ്പിയായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.